സിറ്റി വിഷനും എന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ഇന്ന് നമ്മോടൊപ്പം എത്തിച്ചേർന്നിരിക്കുന്നത് ശ്രീ PS വിനയൻ സാറാണ്. അദ്ദേഹം നെടുങ്കണ്ടം പഞ്ചായത്തിൻ്റെ മുൻ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹത്തോട് നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം. നമസ്കാരം സാർ. നമസ്കാരം. നമ്മുടെ പ്രോഗ്രാമിൻ്റെ പേര് ഓണവില്ലും സിറ്റി വിഷനും എന്നാണ്. അപ്പോൾ ഈ പ്രോഗ്രാമിലേക്ക് സാറിനോട് നമുക്ക് ചോദിച്ചറിയാനുള്ളത് സാറിൻ്റെ ജീവിത വഴികളിൽ വന്നുപോയിട്ടുള്ളതും വന്നിട്ടുള്ളതും ഒക്കെ കാര്യങ്ങൾ നമ്മൾ ചോദിക്കും. നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടും ഓണത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ ആദ്യം സാറിൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തെ കുറിച്ചൊന്ന് പറയാം. വിദ്യാഭ്യാസ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഞാൻ നെടുങ്കണ്ടത്ത് ജോലിയിൽ പ്രവേശിച്ചതിന് ശേഷമാണ് നെടുങ്കണ്ടത്ത് വരുന്നത്. അതിന് മുമ്പ് ഉപ്പുതറ മേരികുളമാണ് എൻ്റെ സെൻറ്റ് മേരീസ് UP സ്കൂള്, അത് കഴിഞ്ഞ് സെൻറ്റ് ഫിലോമിനാസ് ഹൈസ്കൂള്, പിന്നെ പ്രീ ഡിഗ്രി മുതൽ അന്നത്തെ കാലമാണല്ലോ. ഞാൻ SSLC കഴിയുന്നത് 1977-ലാണ്. അതിനുശേഷം അന്ന് ഉന്നത വിദ്യാഭ്യാസത്തിന് പോകണമെങ്കിൽ പിന്നെ ഒന്നെങ്കിൽ കാഞ്ഞിരപ്പള്ളി പോകണം, അല്ലെങ്കിൽ മൂലമറ്റം തൊടുപുഴ. സാമ്പത്തികമായിട്ടൊക്കെ വളരെ പിന്നോക്കം നിൽക്കുന്നതിനാൽ അങ്ങനെ വിട്ടുപഠിപ്പിക്കാൻ പറ്റും. എന്നാലും വിദ്യാഭ്യാസം ജയിക്കണമെന്ന് മാതാപിതാക്കൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പാരൽ കോളേജിലാണ് പ്രീ ഡിഗ്രി പഠിച്ചത്. അതിനുശേഷം ഉപ്പുതറ അതിനുശേഷം കട്ടപ്പന യുവശക്തി കോളേജിലെ ഡിഗ്രി, ഇതിനിടയ്ക്ക് 2 വർഷം കട്ടപ്പന ITIയിൽ ഒരു കോഴ്സ്. അങ്ങനെയാണ് വിദ്യാഭ്യാസം. കട്ടപ്പന ആണ് ഡിഗ്രിയും ITIയും പഠിച്ചത്. സ്കൂൾ വിദ്യാഭ്യാസം ഉപ്പുതറയിൽ. ജോലി കിട്ടുന്നത് ഏത് വർഷമാണ്? ജോലിയിൽ ആദ്യം പ്രവേശിക്കുന്നത് എന്താണ്? ജോലിയിൽ പ്രവേശിക്കുന്നത് 93-ൽ LD ക്ലർക്കായിട്ട് ഞാൻ പഞ്ചായത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലിയിൽ പ്രവേശിച്ച് പഞ്ചായത്ത് സെക്രട്ടറി. അതിനുശേഷം ഒരു ഓഡിറ്റ് സൂപ്പർവൈസർ തസ്തികയുണ്ട് പഞ്ചായത്തിൽ. 15 പഞ്ചായത്തിൻ്റെ ഓഡിറ്റ് ചെയ്യുന്ന ഒരു ഓഡിറ്റ് സൂപ്പർവൈസർ തസ്തികയിൽ നിന്നാണ് റിട്ടയർ ചെയ്തത്. ഈ പഞ്ചായത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടമായി ഏതെങ്കിലും ഒരു പഞ്ചായത്ത് സംഭവിച്ചിട്ടുണ്ടോ? പഞ്ചായത്തിലെ സർവീസ് എന്ന് പറഞ്ഞാൽ പ്രതിസന്ധി ഘട്ടങ്ങൾ മാത്രമേ ഉള്ളൂ. പഞ്ചായത്തിൽ ഈ നാനാവശത്തുനിന്നും പ്രതിസന്ധികളാണ്. ഏറ്റവും പ്രധാനം എന്നാൽ അതോടൊപ്പം തന്നെ രസകരവുമാണ്. ഈ ഏത് വിഷയവും അതിൻ്റേതായ നിലയിൽ അതിനെ കൈകാര്യം ചെയ്യുന്ന പോലെ ഇരിക്കും. ഏറ്റവും വിവിധങ്ങളായ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പെട്ട കുറേ പഞ്ചായത്ത് മെമ്പർമാരുണ്ടാവും. പൊതുജനങ്ങൾ, അവരുടെ വിഷയങ്ങളുണ്ടാവും. പിന്നെ അതിനോടനുബന്ധിച്ചുള്ള ജാതിപരവും മതപരവുമായിട്ടുള്ള പൊതുവിഷയങ്ങൾ, ഇതെല്ലാം പഞ്ചായത്തിലേക്കാണ് വരുന്നത്. ഇതെല്ലാം ഏറ്റവും കൂടുതൽ നന്നായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന പഞ്ചായത്ത് പ്രസിഡന്റുമാരല്ലെങ്കിൽ ഈ ഉത്തരവാദിത്തങ്ങൾ മുഴുവൻ പഞ്ചായത്ത് സെക്രട്ടറിയുടെ തലയിലേക്കാണ് വരുന്നത്. അത് കൈകാര്യം ചെയ്യാൻ വളരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെയ്വഴക്കം നന്നായിട്ട് വേണം. പഞ്ചായത്തിൽ ജോലി ചെയ്യുന്ന മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ പോലെ അല്ല, അത് നന്നായ മെയ്വഴക്കമുണ്ട്. എനിക്ക് ഒട്ടേറെ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ എടുത്ത് പറയത്തക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കാര്യം. അപ്പോൾ ഇവിടെ അടുത്ത് സേനാപതി പഞ്ചായത്തിലാണ് ഈ കുത്തുങ്കലിൽ ഒരു വിഷയം ഉണ്ടായിരുന്നു. അവിടെ ഒരു അനധികൃത നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അവിടെ അത് അധികമാണമെന്ന് പറഞ്ഞാൽ അത് നമ്മൾ കണ്ണുമടച്ച് നമ്മൾ അതിന് നോട്ടീസ് കൊടുക്കും. കാരണം റോഡിൻ്റെ 3 മീറ്റർ പരിധിയിൽ ഏത് നിർമ്മാണ പ്രവർത്തനം നടന്നാലും നമ്മൾ നോട്ടീസ് കൊടുക്കും. അങ്ങനെ ഒരു നോട്ടീസ് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും അവിടെ പൊളിക്കാൻ പറ്റത്തില്ല എന്നും പറഞ്ഞ് കുറച്ച് പേര് അതൊക്കെ. അപ്പോൾ അതിൻ്റെ എല്ലാം പുറകിൽ ഒരു രാഷ്ട്രീയ പാർട്ടി കാണും. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടി അതിൻ്റെ പുറകിൽ നിൽക്കുമ്പം നമ്മൾ കുറച്ച് പ്രബലമായ രാഷ്ട്രീയ പാർട്ടിയെ ഇപ്പുറത്ത് പിടിക്കും. ഇല്ലെങ്കിൽ നമുക്കിതിനെ നേരിടാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ അത് പിന്നെ സെക്രട്ടറി വന്നു കഴിഞ്ഞാൽ കൈയും കാലും തല്ലിയൊടിക്കുമെന്നായി. പക്ഷെ അതെല്ലാം നമ്മൾ ധീരമായിട്ട് നേരിട്ട് അവിടെ വന്നു കഴിഞ്ഞാൽ അല്ലെ ഓഫീസിൽ വന്ന് തല്ലുമെന്നായി. ഓഫീസിലോട്ട് പോരാൻ പറഞ്ഞു. ഓഫീസിലോട്ട് പോന്നു കഴിഞ്ഞിട്ടോ അവർക്കവിടെ തിരിച്ചു പോരാൻ പറ്റത്തില്ലാത്ത അവസ്ഥയിലായി. അപ്പോൾ ആ നിലയിലൊക്കെ നമ്മൾ ഇതിനെ കൈകാര്യം ചെയ്ത് ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ആ വിഷയത്തിൻ്റെ വ്യാപ്തി എന്താണ്, അതിൻ്റെ എങ്ങനെയാണിത് വരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് സ്റ്റഡി ചെയ്യും. എന്നിട്ട് അപ്പോൾ അതിന് നമ്മൾ ഒരിക്കലും ഞാൻ ഈ പോലീസിൻ്റെ സഹായം ആവശ്യപ്പെട്ടില്ല. കാരണം ഈ പോലീസ് എപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസിന് അതിനകത്ത് തന്നെ അവരുടെ ഒരു സംവിധാനം എന്ന് പറഞ്ഞാൽ അവർ അവസരത്തിനൊത്ത് ഉരുണ്ട് കളിക്കുന്ന പോലീസ്. എനിക്ക് പല സന്ദർഭങ്ങളിലും തോന്നിയിട്ടുള്ള, മൊത്തം അടച്ചാക്ഷേപിക്കുകയല്ല, അവർ ഒരിക്കലും നമുക്ക് ഒരു അനുകൂലമായ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് അവർ വരത്തില്ല. അവർ വേറെ രീതിക്കായിരിക്കും. അതുകൊണ്ട്
അതൊക്കെ പരമാവധി ഒഴിവാക്കിയാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഏതെങ്കിലും അങ്ങനെയുള്ള വഷളായിട്ടുള്ള വിഷയങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അത് ജനങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം അല്ലെങ്കിൽ ജനങ്ങൾക്ക് കൂടുതൽ താല്പര്യം, അവർക്ക് കൂടുതൽ ഗുണം ഉണ്ടാകുന്ന രീതിയിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അത് അങ്ങനെ വന്നാലാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ജോലി ചെയ്ത ഏത് പഞ്ചായത്തിലും ഒരു സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ അപ്പുറത്ത് 5 പഞ്ചായത്തിൽ ജോലി ചെയ്തല്ലേ? 5അല്ല 12ഓളം പഞ്ചായത്തിൽ ജോലി ചെയ്തിട്ടുണ്ട്. അതിലെ സെക്രട്ടറി ആയിട്ട് ഒരു 6 പഞ്ചായത്തിലോളം ജോലി. അവിടെ സെക്രട്ടറി ആയിട്ട് ജോലി ചെയ്യുമ്പോഴാണ് നമ്മുടെ ഒരു ഐഡന്റിറ്റിയൊക്കെ ആൾക്കാർക്കറിയാം. എന്നെ ആൾ സെക്രട്ടറി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അയാൾ ഒരു കൈക്കൂലിക്കാരനാണോ, അല്ല അഴിമതിക്കാരനാണോ, അല്ല നന്നായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നവനാണോ. എനിക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആൾക്കാരും ഒരു കണ്ണടച്ച് എൻ്റെ നേരെ വന്ന് ഒരു പ്രതിഷേധമോ അങ്ങനെ രീതി വരുത്താനായിട്ട് ഞാൻ എല്ലാവരുമായിട്ടും വളരെ നല്ല ബന്ധത്തിലാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലിയിൽ എനിക്ക് യാതൊരു കോംപ്രമൈസും ഇല്ല. ആൾക്കാർക്ക് എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കുന്നത് നമ്മളെ കൊണ്ട് പറ്റുന്നത്. അതിന് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. ഈ ഉദ്യോഗസ്ഥർക്ക് അവരുടേതായ ചില ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം ഇതെല്ലാം ഓഡിറ്റിന് വിധേയവും മേലുദ്യോഗസ്ഥന്മാരുടെ ഒരു ഒരു സർവൈലൻസിലുമൊക്കെയാണല്ലോ നമ്മൾ ഈ ജോലിയിൽ ഇരിക്കുമ്പോൾ. അത് അവരെയൊക്കെ കൺവിൻസ് ചെയ്യത്തക്ക രീതിയിൽ നമുക്ക് എന്ത് കാര്യങ്ങളും നമുക്ക് എന്നാൽ ഞാൻ നിയമപരമല്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ചിലപ്പം ഇത് കൊടുക്കുക, അങ്ങനെ ചില സന്ദർഭങ്ങളിൽ ചെയ്തു. അതൊക്കെ നമ്മുടെ ഒരു ഉത്തമ വിശ്വാസത്തിലാണ്. അങ്ങനെയൊക്കെ ചെയ്തു. അതുകൊണ്ട് തന്നെ ഇപ്പോഴാണെങ്കിൽ ഇവിടെ വെച്ച് ഇങ്ങോട്ട് കയറി പോരാൻ നേരത്തും ഈ സേനാപതി ജോലി ചെയ്തുകൊണ്ടിരുന്നു. അയാൾ ആ വണ്ടിയിലങ്ങ് പോകാൻ തന്നെ വണ്ടി നിർത്തിയിട്ട് ഇറങ്ങി വന്നു. എന്നോട് സംസാരിച്ചിട്ട് പോയി. ജോലി ചെയ്ത് ഏത് പഞ്ചായത്തിൽ ചെന്ന് കഴിഞ്ഞാലും ആരെങ്കിലും ഓടി വന്ന് കയ്യെ പിടിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ 2 സുഹൃത്തുക്കളോടൊപ്പം ഇടുക്കിക്ക് പോയപ്പോൾ തങ്കമണിയിൽ ഇറങ്ങി അവിടെ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പം ആ ഭക്ഷണം കഴിക്കുന്നതിനിടയ്ക്ക് ഒരു 4-5 പേര് വന്ന് സൗഹൃദം ചോദിക്കുകയും വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ട് ഇറങ്ങിപ്പോയി. അപ്പോൾ അവരൊരു കൂട്ടത്തിലുള്ളവർ തന്നെ ചോദിച്ചാൽ എന്താ, ഞാൻ പറഞ്ഞു ഞാൻ ജോലി ചെയ്തിടത്തൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെയാണ്. നമ്മളൊരു ഉദ്യോഗസ്ഥൻ്റെ ഒരു ഒരു ഗർവോട് കൂടിയോ അല്ലെ ഒരു പക്ക ഒരു ബ്യൂറോക്രാറ്റായിട്ട് ഒരിക്കലും ജോലി ചെയ്തില്ല. അതിൻ്റെ ഒരു ഇതെനിക്ക് എവിടെ ചെന്ന് കഴിഞ്ഞാലും കിട്ടും. അതാണ് ജനങ്ങളുടെ ഇടയ്ക്ക് തന്നെ ആയിരുന്നു. ജനങ്ങളുടെ ഇടയ്ക്ക് തന്നെയാണ്. കാരണം പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ചാൽ ജോലിയിൽ കയറിയ വർഷം പോലെ തന്നെ ഒരു സംഘടനാ പ്രവർത്തകനായിട്ട് മാറി. അതെനിക്ക് വലിയൊരു ഗുണം ചെയ്തു. നമ്മുടെ സംഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഴിമതി എന്ന് പറയുന്നതിനെ സംബന്ധിച്ച് ആ സംഘടനയിൽ ആരും ഉണ്ടാകത്തില്ല. സംഘടനയുടെ ഏതെങ്കിലും കമ്മിറ്റി ലെവലിലേക്ക് വരുന്ന ആളിനെ എവിടെയെങ്കിലും കൈക്കൂലിക്കാരനോ അഴിമതിക്കാരനോ അല്ലെ മോശം സ്വഭാവമുള്ളവരാണെന്ന് പറഞ്ഞാൽ ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ ആ സംഘടന എന്ന് പറ്റും. ആ സംഘടന തരുന്ന ഒരു നല്ല സന്ദേശമുണ്ട്. എനിക്ക് NGO യൂണിയനിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ട് NGO യൂണിയനിൽ കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷന് KPEA ഇങ്ങനെ KPEA എന്ന് പറയുന്ന സംഘടനയിലാണ് ആദ്യം പഞ്ചായത്ത് എംപ്ലോയീസ് അസോസിയേഷൻ. അത് പിന്നെ NGO യൂണിയനിൽ ലയിപ്പിച്ച് അപ്പോൾ അങ്ങനെ ഒക്കെ പ്രവർത്തിച്ചപ്പോൾ ആ യൂണിയൻ പ്രവർത്തനം നല്ലൊരു സർക്കാർ ഉദ്യോഗസ്ഥനെ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് നല്ല മാർഗനിർദ്ദേശം നൽകുന്ന ഒരു സംഘടനയാണ് NGO യൂണിയൻ. അത് പ്രവർത്തിച്ചതിൻ്റെ ഒരു നല്ല ഗുണം എനിക്ക് എൻ്റെ ജീവിതത്തിലും ഔദ്യോഗിക തലത്തിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സാറിൻ്റെ സർവീസ് ജീവിതത്തിലെ നല്ലൊരു ഭാഗം നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. നല്ല നീറ്റായിട്ട് തന്നെ ജനങ്ങളുടെ മുമ്പിൽ തന്നെ ആയിരുന്നു, ജനങ്ങളോടൊപ്പം ആയിരുന്നു എന്നാണ്. അപ്പോൾ നമ്മൾ ഈ ഓണവില്ലും സിറ്റുവേഷനുമാണ് നമ്മുടെ പ്രോഗ്രാം. അപ്പോൾ ഓണത്തെ സംബന്ധിച്ച് സാറിനോട് ചോദിക്കാനുള്ളത്, നമ്മുടെ ഈ ജീവിത കാലഘട്ടത്തിൽ ഏറ്റവും ആഹ്ലാദകരമായി ഓണം ആഘോഷിച്ച ഒരു കാലം, ഓണത്തെക്കുറിച്ച് എന്താ പറയാം? ഏറ്റവും ആഹ്ലാദകരം എന്ന് പറഞ്ഞാൽ ഓണം ആഘോഷിച്ചിട്ടുള്ളത് ശരിക്കും ഞാൻ പറഞ്ഞാൽ എനിക്കൊരു 10ാം ക്ലാസ്സിൽ താഴെ വരെ പഠിക്കുന്ന സമയത്താണ്. എല്ലാം കുട്ടിപ്രായത്തിൽ അന്നാണ് ഓണത്തിനെ കുറിച്ച് നമ്മുടെ വീടും വീട്ടുകാരും കൊച്ചു കൂട്ടുകാരും ഓണത്തിന് ഓണപ്പുടവ, പുതിയ ഓണക്കോടി കിട്ടും. അതുപോലെ അത്തപ്പൂക്കളമായി, പുലികളിയായി, ഊഞ്ഞാലായി. അത് ഭയങ്കര ആഘോഷം. അത്രയും ഒരു സന്തോഷം ഇപ്പോഴത് കഴിഞ്ഞുള്ള മുതിർന്നതിന് ശേഷം നമ്മളിപ്പം അതിന് ശേഷം നമ്മുടെ കുട്ടികളുമൊക്കെ ആയി കഴിഞ്ഞതിന് ശേഷം അങ്ങനെ നമുക്ക് ഓണത്തിന് അങ്ങനെ അങ്ങോട്ട് ഓണം ആണ്, സന്തോഷമാണ്, എല്ലാമാണ്. പക്ഷെ അനുഷ്ഠാനമായിട്ട് മാറി. ഓണത്തിന് ഏറ്റവും ആഹ്ലാദിച്ചിട്ടുണ്ട് ചെറുപ്പകാലത്ത് തന്നെ. ഒരു 15 വയസ്സ് 14 വയസ്സിൽ താഴെയാണ്. അന്നായിരുന്നു ഓണം എന്ന് പറയുന്ന വലിയ ആഘോഷവും സന്തോഷവും. ഓണം വരാനായിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു. അതൊക്കെ വലിയ സന്തോഷമുള്ള കാലമാണ്, ചെറുപ്പകാലഘട്ടമാണ്. അല്ല ഒന്നതിന് ശേഷം ഓണമൊക്കെ ഇങ്ങനെ ഓണം വരും. ചിലപ്പോൾ അന്നൊരു ഈ ഓണത്തിനോടനുബന്ധിച്ചൊക്കെ ആയിരിക്കും കേരളോത്സവങ്ങളൊക്കെ വരുന്നത്. അന്നേരം അവിടെ നാടകം, പാട്ട് മത്സരം, അതിനെല്ലാം പോയി മത്സരിക്കുകയും അങ്ങനെ ഒരു വേറൊരു രീതിയിലേക്കാണ് പിന്നെ ഓണത്തിന്.
കാണുന്നത്. അപ്പോൾ ഈ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് നടനായിരുന്നു, കലാകാരനായിരുന്നു, നന്നായിട്ട് പഠിക്കുമായിരുന്നു എന്ന് ഞാനും കരുതുക. ശരിയില്ലേ? നന്നായിട്ട് പഠിക്കത്തില്ലായിരുന്നു, ഒരു മീഡിയം, ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. ആവറേജിലും ചിലപ്പോൾ കുറച്ചുകൂടെ താഴെയായിരുന്നു. അപ്പം ഞാൻ SSLCക്കൊക്കെ ജയിക്കുന്നതെന്ന് പറഞ്ഞാൽ കഷ്ടിച്ചാണ്. അന്നത്തെ കാലത്ത് 210 മാർക്ക് മതിയായിരുന്നു. എനിക്ക് 4 മാർക്ക് കൂടെ ഉള്ളൂ, 214 ഉള്ളൂ. അത്രയും കൊണ്ട് കഷ്ടിച്ച് ജയിച്ചാൽ. പ്രീ ഡിഗ്രിക്ക് വരുമ്പം ജയിക്കാൻ വേണ്ടതിനേക്കാളും ഒരു 10-30 മാർക്ക് കൂടുതലുണ്ട്. പിന്നെ ഡിഗ്രിയിൽ പിന്നെ ITIയിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ ഞാൻ ആ ട്രേഡിലെ സെക്കൻഡ് റാങ്ക് ഹോൾഡറൊക്കെയാണ്. അവിടെ വന്നു കഴിഞ്ഞപ്പോൾ നന്നായിട്ട് പഠിച്ചു. ഡിഗ്രി ലെവലിൽ പഠിച്ചപ്പോഴും ഒരു സെക്കൻഡ് ക്ലാസ് പോലും ഇല്ല, ഡിഗ്രി പാസ്സായി എന്നുള്ളതേ ഉള്ളൂ. പിന്നീട് ഞാൻ മനസ്സിലാക്കുന്ന, നമ്മൾ ഇതൊന്നും കൊണ്ട് ഒരു ജോലിയിലേക്ക് പോകുമ്പം ഒരു കോമ്പറ്റിറ്റീവ് എക്സാം എഴുതുമ്പോൾ ഈ സാധാരണ പഠിക്കുന്ന പോലെ പോരാ, അതിന് റാങ്ക് ഹോൾഡർ ആകണമെങ്കിൽ നന്നായിട്ട് പഠിക്കണം. അപ്പോൾ അതിന് പഠിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ പഠിക്കാനുള്ള കഴിവൊക്കെ ഉണ്ടെന്ന് മനസ്സിലായി. പഠിക്കാനുള്ള കഴിവുണ്ടെന്നുള്ളത് പഠിക്കാൻ വേണ്ടി പഠിച്ചപ്പോഴാണ്. പഠിക്കാൻ വേണ്ടി ഇത് നമുക്ക് വേണമെന്നുള്ള ആഗ്രഹം. ജോലിയില്ലാതെ അറിയാമല്ലോ, ഒരു തീർത്തും നമ്മളൊരു സാധാരണയിൽ നിന്നും താഴെയുള്ള കുടുംബത്തിൽ. അപ്പോൾ നമ്മൾ ഒരു യൗവനമൊക്കെ ആയിക്കഴിഞ്ഞ് കല്യാണം കഴിക്കുന്നതിനെക്കുറിച്ചൊക്കെ വീട്ടുകാർ ചിന്തിക്കാനൊക്കെ അപ്പം നമ്മൾ ഈ ജീവിതത്തെ എന്ന് കാണുമ്പോഴത്തേനും സ്വന്തമായിട്ട് വരുമാനമില്ലാത്ത ഒരു കല്യാണം കഴിച്ചാൽ എങ്ങനെ? യൗവനത്തിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ, ഈ പഠിച്ചുകൊണ്ട് വന്ന കാലഘട്ടത്തിൽ എവിടെയെങ്കിലും ആരെങ്കിലുമായിട്ടൊരു ഒരു ചെറിയ പ്രേമോ അങ്ങനെ വല്ല സംഭവം? അല്ല, അതുകൊണ്ടല്ലോ സ്വാഭാവികമായിട്ടുണ്ടാകുമല്ലോ. അത് പ്രേമമെന്ന് പറഞ്ഞാൽ കോളേജ് കാലഘട്ടത്തിൽ, സ്കൂളിൽ അങ്ങനെ വലിയ അഫെയറും കാര്യങ്ങളിലേക്കൊന്നുമില്ല. എനിക്ക് 1ാം ക്ലാസ് മുതൽ ഉണ്ടായിരുന്നു. അങ്ങനെയില്ല. എന്നാൽ ചിലപ്പോൾ ഇങ്ങനെ ഈ കൂട്ടുകാരികളൊക്കെ ഉണ്ടാകാമെന്നുള്ളതല്ലാതെ പക്ഷേ എനിക്ക് കോളേജിൽ ചെന്ന് കഴിയുമ്പം ഒരു അവെയർ ഇല്ലാത്തവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഒരു അതൊക്കെ പിന്നീട് പിന്നെ ഒരു വലിയ കല്യാണത്തിലേക്ക് നയിക്കുന്ന രീതിയിലുള്ള ഒന്നുമല്ല. ഒരു കമ്പനി ഒക്കെ വരുന്നു. അത് ആ കാലഘട്ടം കഴിഞ്ഞങ്ങ് പോകുന്നതോടുകൂടി അത് വേറെ വഴിക്കൂടെ ആയിപ്പോയി. അങ്ങനെ പോകുന്നു. തന്നെയല്ല, ഞാൻ കോളേജൊക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞ് കുറച്ചാൾ ഒരു ബിസിനസ്സൊക്കെ നടത്തി. അത് കഴിഞ്ഞ് 5-6 വർഷം കഴിഞ്ഞ് കല്യാണത്തെക്കുറിച്ച് പോലും ആയി. കല്യാണം ജോലി കിട്ടിയതിന് ശേഷമാണ്. അപ്പോഴത്തേനും നമ്മുടെ കോളേജ് മേറ്റ്സ് എല്ലാം കല്യാണമൊക്കെ കഴിച്ച് ഒന്നും കുട്ടികളൊക്കെ ആയിട്ട് ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ സ്കൂൾ മേറ്റ്സ് എല്ലാം കൂടെ ഒന്നുകൂടെ ആ കൂട്ടത്തില് എനിക്ക് തോന്നുന്നത് ഞാൻ 1-2 പേരേ ഉള്ളു ചെറുപ്പക്കാര്. വയസ്സുണ്ട്, ബാക്കിയുള്ളവരെ ഈ ഫോട്ടോ എല്ലാം കൂടെ കണ്ടു കഴിയുമ്പോ ഈ വയസ്സം എൻ്റെ കുട്ടികൾ തന്നെ ഈ വയസ്സൊന്നല്ലോ അച്ഛനെ ക്ലാസ്മേറ്റ്സ്. അമേരിക്കയിലുള്ള ഒരു അച്ഛനൊക്കെ ഉണ്ട്. പുള്ളി വരുന്ന സമയത്ത് ഞങ്ങളിത് കൂടാറുണ്ട്. നല്ല കണ്ടു കഴിഞ്ഞാൽ നല്ല പ്രായം തോന്നി. നമ്മൾ പിന്നെ ഇപ്പൊ ഈ ചില ആധുനിക ചെറുപ്പമൊക്കെ അങ്ങനെ. പക്ഷേ ഈ അങ്ങനെ മനസ്സിപ്പോഴും അങ്ങനെ വലിയ പ്രായമായതായിട്ട് തോന്നുന്നില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ ആയിരിക്കും ശരീരപ്രകൃതിയും ചിലപ്പം. തീർച്ചയായിട്ടും അതായിട്ട് കാര്യം. മനസ്സ് നമ്മുടെ ഇപ്പോഴും നമുക്ക് കുറച്ച് നാൾ കൂടി എനർജറ്റിക് ആയിട്ട് ഓടി നടന്ന് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം എന്നുള്ള നല്ല തൻ്റെ ഇടമാണ് ഇപ്പോഴും. കൊള്ളാം. അപ്പൊ സാർ ഇതിങ്ങനെ ഈ നമ്മളിവിടെ പ്രേമത്തെ കുറിച്ചാണ് പറഞ്ഞു പോകുന്നത്. അപ്പൊ പ്രേമിച്ചോന്ന് ആരെങ്കിലും ആണോ കല്യാണം കഴിച്ചത്? അല്ല, അത് പറഞ്ഞല്ലോ, പ്രേമിച്ചോന്നവരെ അല്ലത്. പ്രേമിച്ചവരെ കല്യാണം കഴിച്ച് ഞാനിങ്ങനെ നോക്കിയപ്പോഴേ, ഇപ്പം നോക്കിയപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ പ്രേമിച്ച് കല്യാണം കഴിച്ചവരുണ്ട്. അവരെയൊക്കെ ഒരു 10-15 വർഷം മുമ്പ് കണ്ടപ്പോഴേ ഒരേ പ്രായമല്ലേ. അപ്പം ഒന്നുകിൽ അവൻ്റെ ചേച്ചിയാന്ന് തോന്നും, ചില സന്ദർഭങ്ങളിൽ അല്ല വേറെ ആരെങ്കിലും കുറച്ചുകൂടി ഒരേ പ്രായത്തിലുള്ളവരുണ്ടല്ലോ. നമ്മൾ പുരുഷനും സ്ത്രീയും ഒരേ പ്രായത്തിലാണെങ്കിൽ അവരൊരു 10-45 വയസ്സ്, സ്ത്രീകൾക്ക് പ്രായം കൂടുതൽ തോന്നി പെട്ടെന്ന്. അപ്പോൾ ഒരു 10-40 വയസ്സ് കഴിയുമ്പോൾ തന്നെ ഇവർ തമ്മിലൊരു ഒരു മാച്ചിങ് അല്ലാതെ പോകുന്നുണ്ട്. മനസ്സിലായി അല്ലേ? നഷ്ടബോധമില്ല. അല്ലെങ്കിൽ ഞാൻ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴേ നമ്മൾ അന്നത്തെ കാലത്ത് ചുമ്മാ പ്രേമിക്കുന്നതിനൊന്നും കുഴപ്പമില്ല, പക്ഷെ ജീവിക്കാൻ പൈസ വേണ്ടേ. അപ്പൊ ആ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന് നമുക്ക് പ്രേമിച്ച് വേറൊരു ജാതി ഒന്നും പറയാൻ പറ്റുന്ന കാലഘട്ടമല്ല. എന്നാൽ 2 കാസ്റ്റായിരുന്നു. അതൊന്നും നമുക്കൊരിക്കലും കല്യാണം ഒന്നും നടക്കത്തില്ലെന്നാണ് നമുക്ക് അന്നത്തെ കാലത്താണ്. ഇപ്പൊ പിള്ളേർ വന്ന് പറയാണ് ഞാൻ ഇന്നയാളെയാണ് ടേസ്റ്റല്ല, ഇന്നയാളെയാണ് എനിക്കിഷ്ടം, കല്യാണം കഴിക്കാൻ താല്പര്യം എന്ന് പറഞ്ഞാൽ പിന്നെ വഴക്കിനൊന്നും നിൽക്കില്ല. സമ്മതിച്ചു കൊടുത്തിട്ട് അവരെ
കല്യാണം കഴിപ്പിച്ചു കൊടുത്തേ ഉള്ളൂ. ഇപ്പൊ ഒട്ടുമുക്കാലും പേരും അങ്ങനെയൊക്കെ തന്നെ. ഇന്നത്തെ കാലം അതിന്റെ ചട്ടക്കൂടിലൊന്നും നിൽക്കുന്നവരല്ല കുട്ടികൾ. അല്ല, ഇന്ന് വേറൊരു കാര്യം കൂടെ പറയണം. ഇന്നിപ്പോ നമ്മൾ പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ആൺപിള്ളേര് 10-40 വയസ്സോടടുത്ത് ആൺകുട്ടികൾ നിൽക്കുന്നുണ്ട് വിവാഹം കഴിക്കാതെ. ഇത് ഇപ്പൊ ഈ കേരളം ഒട്ടാകെ എടുത്ത് നോക്കിയാല്, അപ്പൊ ഞങ്ങളൊക്കെ സംബന്ധിച്ച് നോക്കിയാൽ ഇടവക വെച്ച് കണക്കെടുക്കും. അപ്പൊ ഓരോ ഇടവകയിലും വെച്ച് നമ്മൾ കണക്കെടുക്കുമ്പോൾ ഒരു ഇന്ന ആൺകുട്ടികൾക്ക് വിവാഹം കഴിക്കാൻ പെൺകുട്ടികളില്ലാത്ത അവസ്ഥയുണ്ട്. ഇന്നിപ്പോ അന്നേരം ആരെങ്കിലും ഒരുത്തനെ ലാസ്റ്റ് കാരണവന്മാർക്ക് ചിലപ്പം പറയേണ്ടി വരും, നിനക്ക് പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നീ കൂട്ടിക്കൊണ്ടു എന്ന് പറയേണ്ട ഒരു സാഹചര്യത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ അതൊക്കെ പോയിട്ട് അപ്പൊ നമുക്ക് ഓണക്കാലത്തിലേക്ക് വീണ്ടും വരാം. ഈ ഓണത്തിന് നമ്മുടെ പ്രേക്ഷകർക്ക് എന്തെങ്കിലും ഒരു സന്ദേശം താൻ കൊടുക്കാനുണ്ടോ? ഓണത്തിന് പ്രത്യേക സന്ദേശം കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞാൽ, ഓണം തന്നെ നമുക്കൊരു വലിയ സന്ദേശം തരുന്ന ഒരു ഉത്സവമാണ് ഓണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു നമ്മുടെ ഓണം തരുന്ന ഒരു മെസ്സേജ് ഉണ്ടല്ലോ, എല്ലാവരും ഒന്നുപോലെ ആയിരിക്കണം എന്നുള്ളത്. പക്ഷേ നമ്മുടെ കാലഘട്ടം ഒരുപാട് മാറിപ്പോയെന്ന് പറഞ്ഞാൽ, ഈ ഓണമൊക്കെ ഇപ്പോൾ യാന്ത്രികമായിട്ട് നടക്കുന്നുള്ളതേ ഉള്ളൂ. ഇപ്പോഴത്തെ നമ്മുടെ ഒരു സാമൂഹ്യ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാ കാര്യങ്ങളും വളരെ മുമ്പത്തേക്കാളും വളരെ സങ്കീർണമായിട്ട് കുഴഞ്ഞു മറിഞ്ഞൊരു കാലഘട്ടം. രാഷ്ട്രീയമായിട്ടും മതപരമായിട്ടും ജാതീയമായിട്ടും ഒക്കെ മുമ്പത്തേക്കാളും നമ്മുടെ ഹൈറേഞ്ചിലൊക്കെ നമ്മൾ ഈ ആദ്യം കുടിയേറിയപ്പോഴെല്ലാവരും മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിച്ചിരുന്ന ഇവിടെയൊക്കെ ഇപ്പം എല്ലാവരും ഓരോരോ തുരുത്തിലേക്ക് അല്ലെങ്കിൽ അവരുടേതായ സത്വത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ഇപ്പം. അതുകൊണ്ട് മനുഷ്യൻ കുറച്ചുകൂടി നേരത്തെ എങ്ങനെയായിരുന്നോ അതേ രീതിയിൽ തിരിച്ചു വരണമെന്നുള്ളതാണ് എൻ്റെ ആവശ്യം. എല്ലാവരും ഏകോദര സഹോദരങ്ങൾ പറയുന്നതിനപ്പുറത്തേക്ക് ജാതി മത വർണ്ണ വ്യത്യാസങ്ങൾക്ക് അതീതമായിട്ട് ഒന്നിച്ച് കൂടാനും ഒന്നിച്ച് ഇതിനെല്ലാം ഈ ആഘോഷങ്ങളെല്ലാം ഒന്നിച്ച് ഏക മനസ്സോടുകൂടി തന്നെ ഇതിനെല്ലാം കാണാനും ആഘോഷിക്കാനും ഒക്കെ കഴിയണമെന്നുണ്ട്. പക്ഷേ നമ്മൾ എത്ര ആഗ്രഹിച്ചാലും നടക്കുന്നില്ലാത്ത ഒരവസ്ഥയാണ് നമ്മുടെ ഇന്നത്തെ. അത് വലിയ സങ്കടകരമാണ്, ശോചനീയമാണ്. ഇത് മാറ്റേണ്ടത് തന്നെയാണ്. എല്ലാവരും ഏകോദര സഹോദരങ്ങളെ പോലെ കഴിഞ്ഞ് ഈ ഓണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ദേശീയ ഉത്സവമാണ്. ആ ഉത്സവത്തിൽ അതിൻ്റെ അർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ആ ദേശീയ ഉത്സവത്തിൽ പങ്കെടുത്ത് നമ്മുടെ സാഹോദര്യം വളർത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ സാർ ബിസിനസ്സിലാണല്ലോ അതെ ഇപ്പൊ നിൽക്കുന്നത്. അതെ, ഈ ബിസിനസിനെ കുറിച്ച് എന്ത് പറയുന്നത്, എങ്ങനെയുണ്ട് കാര്യങ്ങൾ? ബിസിനസ് ഞാൻ സർവീസിന് റിട്ടയർ ചെയ്ത് കഴിഞ്ഞപ്പം നമ്മളിങ്ങനെ റിട്ടയർ ചെയ്ത് എല്ലാവരും ഒതുങ്ങിക്കൂടുന്ന പോലെ അങ്ങനെ ഇരിക്കുമ്പോഴത്തേനും എനിക്ക് തോന്നിയൊരു നമുക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒന്നും ഒരു ഉന്മേഷമില്ല. വെറുതെ അങ്ങനെ ഇരുമ്പോൾ സാധാരണ ഉദ്യോഗത്തിൽ നിന്ന് റിട്ടയർ ചെയ്യുന്നവരെല്ലാം റിട്ടയർ ചെയ്ത് വീട്ടിലിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പ്രായമായി, ഇനി എന്ത് ചെയ്യാനാണെന്നുള്ള ഒരു നിലയിൽ എനിക്ക് അങ്ങനെയല്ല തോന്നിയത്. ഞാൻ ഇപ്പം സ്വന്തമായിട്ട് ഒരു നല്ല ബിസിനസ് ചെയ്യണമെങ്കിൽ കുറേയധികം ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. നമുക്കത് അത്രത്തോളമൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് സഹകരിക്കാവുന്ന ഒരു 5-8 പേരെ കൂടെ കൂട്ടി ഒരു പാർട്ട്ണർഷിപ്പിൽ ഒരു ജ്വല്ലറി ബിസിനസ് ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്ന സ്ഥാപനം നെടുങ്കണ്ടത്ത് തുടങ്ങി. ഞാൻ അതിൻ്റെ മാനേജിങ് പാർട്ണറായിട്ട് ഫുൾ ടൈം അവിടെ ബിസിനസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഹിമയ്ക്ക് ഒരു പ്ലാന്റേഷൻ ഒരു ആനവിലാസ പ്ലാന്റേഷന്, പിന്നെ ഹിമയ്ക്ക് അതിനനുബന്ധമായിട്ട് ഞങ്ങൾക്ക് തൂവലിലൊരു ഹോം സ്റ്റേ, ഇങ്ങനെ അനുബന്ധ സ്ഥാപനങ്ങൾ 1-2 കൂടെ തുടങ്ങിയിട്ടുണ്ട്. ഇനിയും അതുപോലുള്ള 1-2 സ്ഥാപനങ്ങളൊക്കെ തുടങ്ങണം. ജ്വല്ലറി ഏതായാലും അടുത്ത് വേറെ എവിടെയെങ്കിലും തുടങ്ങുന്നുണ്ടെങ്കിൽ ഒരു 2 വർഷത്തിന് ശേഷം എവിടെയെങ്കിലും ഒരു ജ്വല്ലറിയും കൂടെ തുടങ്ങണമെന്ന്. ബിസിനസ് ഏതായാലും തുടങ്ങിയത് കുഴപ്പമില്ല, നന്നായ രീതിയിൽ ബിസിനസ്സും അതിനകത്ത് ഫുൾ ടൈം എൻഗേജ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഈ സമയം പോകുന്നതോ അല്ലെങ്കിൽ വെറുതെ ഇരിക്കുന്നതോ തോന്നലുകളൊന്നുമില്ല. അതോടൊപ്പം തന്നെ മാനസിക ഉല്ലാസത്തിനായിട്ട് ഇടയ്ക്ക് നമ്മൾ ഇവിടെ കടയിൽ തന്നെ കുത്തിപ്പിടിച്ചിരിക്കുകയല്ല, വിദേശ രാജ്യങ്ങളൊക്കെ 2-3 രാജ്യങ്ങൾ പോയിട്ട് അതുപോലെ ഒരു ടൂറ് പാക്കേജ് എടുത്തു കൊടുക്കുന്ന ഒരു കമ്പനിയുണ്ട് നമുക്ക്, ട്രിപ്ടോണിക് എന്ന് പറയുന്ന ഒരു ടൂർ പാക്കേജ് കമ്പനിയുണ്ട്. അതും നടത്തുന്നുണ്ട്. എല്ലാം നടത്തിക്കൊണ്ട് വളരെ സന്തോഷമായിട്ട് പോകുന്നു. അപ്പോൾ അത് തന്നെയല്ല, അപ്പോൾ ഈ ഒരു സംരംഭമൊക്കെ ഉള്ളതിൻ്റെ പേരിൽ തന്നെ കുറച്ച് ആൾക്കാർക്ക് ജോലി കൊടുക്കാനും നമുക്ക് പറ്റുന്നുണ്ട്. പിന്നെ നന്നായിട്ട് ജോലി കൊടുക്കാനായിട്ട് ഇപ്പോൾ ഞാൻ പറയുന്നത് അവിടെ ഹിമയിലാണെങ്കിൽ തന്നെ ജ്വല്ലറിയിലാണെങ്കിൽ 4-5-6 പേർക്ക് ജോലി കൊടുക്കാൻ പറ്റുന്നുണ്ട്. 6 പേര് ജോലി ചെയ്യുന്നുണ്ട്, സ്മിത്ത് ഉൾപ്പെടെ.
പിന്നെ തോട്ടത്തിലാണെങ്കിൽ പിന്നെ പെർമനൻറ്റ് ലേബേഴ്സ് 20 പേരുണ്ട്, പിന്നെ ടെമ്പററി ആയിട്ടുള്ള 10-20 പേരുണ്ട്. അത്രയും പേരൊക്കെ ഉണ്ട്. അതെല്ലാം നമ്മളിതെല്ലാം കുറച്ച് പേർക്ക് ജീവിതമാർഗങ്ങളും ഉണ്ടാക്കി കൊടുക്കുകയാണ്. തീർച്ചയായിട്ടും നല്ല കാര്യം. അപ്പോൾ സാറ് പറഞ്ഞു നിർത്തിയ ആ സ്ഥാനത്ത് തന്നെ തുടങ്ങുകയാണ്. ഈ ഓണം എല്ലാവരും നല്ല രീതിയിൽ ആഘോഷിക്കുക, എല്ലാവരും ഒന്നായിരിക്കാൻ ശ്രമിക്കുക. ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഈ ഓണം. ഇത്രയും നേരം നമ്മുടെ ഒപ്പം പങ്കെടുത്ത ശ്രീ PS വിനയൻ സാറിന് സിറ്റി വിഷൻ്റെ നാമത്തിൽ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു.